ദൈവിക നിർണയം ഞാൻ ഏറ്റെടുത്ത് ചെയ്തോളാമെന്ന് നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഇവിടെ വെച്ച് തീരുമാനം എടുത്തിട്ട് പോകത്തുള്ളോ? ഞാൻ ജോലി ചെയ്യൂല്ലേ, പിന്നെ ഇടയ്ക്ക് വെള്ളിയാഴ്ച വേള ഞാൻ ഇവിടെ വന്ന് ആരാധിച്ചോളാം അല്ലേ? സ്തോത്രം. ഞാൻ നിന്റെ മേലുള്ള ദൈവിക നിർണയം, അതിനാണ് ദൈവം വിളിച്ചത്. ആ നിർണയം എന്താണെന്ന് ഇന്ന് വരെ പുള്ളിയോട് ചോദിച്ചിട്ടുണ്ടോ? കർത്താവേ, അതെന്താണ് നീ എന്നെ വിളിച്ചത്, എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? സ്തോത്രം. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? അതിന്റെ അർത്ഥം അറിയണമെന്നുണ്ടെങ്കിൽ 26-ാമത്തെ വാക്യം വായിക്കേ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ. ശാന്തമായിട്ട് പറത്ത് കേട്ടോ. പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയത്തില്ല, വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മളൊരു ഇതങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വചനം പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാൻ ശരിക്കും അറിയത്തില്ല. സ്വത്രം. വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയില്ല. അടുത്ത ലൈൻ കണ്ടോ? ഉച്ചരിപ്പാൻ കഴിയാത്ത ഞരക്കങ്ങൾ എന്ന് പറയുന്ന ശബ്ദമില്ലാതെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന കാര്യം നിങ്ങൾ അറിയുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. ഇനിയിപ്പോൾ അതിന്റെ അർത്ഥം പറയാൻ പോവാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് പ്രാർത്ഥിക്കുകയും മറുപടിയൊക്കെ പ്രതീക്ഷിക്കാവുള്ളൂ. നിങ്ങളൊരു 10 സെന്റ് സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക, റോഡ് സൈഡിലാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, വർഷങ്ങളായി പ്രാർത്ഥന തുടങ്ങിയിട്ട് ആ വിഷയം നടക്കത്തില്ല. കാരണം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. എൻ്റെ കാര്യം എന്താണെന്നറിയോ? ഒരു 2 വർഷം കഴിയുമ്പോൾ അവിടെ ഒരു ഭൂമികുലുക്കം ഉണ്ടാകും. നിങ്ങൾ പണിയുന്ന വീട് അവിടെ മറിഞ്ഞു പോകും. അല്ലെങ്കിൽ ഒരു 3 വർഷം കഴിയുമ്പോൾ അവിടെ ഒരു അപകടം വരും. നിങ്ങൾ ഉണ്ടാക്കിയ വീട് തകർന്നു പോകും. ഇത് നിങ്ങൾ കാണുന്നില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് ഇത് കാണുന്നുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കും, ദൈവമേ, അവൻ ആ വിവരം അറിയാൻ മേലാത്തോണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ആ സ്ഥലം അവന് കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം പറഞ്ഞ മനസ്സിലായോ? ആ സ്ഥലം അവൻ ഒരു കാരണവശാലും ദൈവമേ നീ കൊടുക്കരുത്. കാരണം 2 വർഷം കഴിയുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന വിപത്ത് ആര് കാണുന്നുണ്ട്? ഇപ്പൊ ഒരു കമ്പനി ജോലിക്ക് കയറുക, അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല ഇതായിരിക്കും. പക്ഷെ ആ കമ്പനിക്കകത്ത് കയറിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ തകർച്ച വരുമെന്നുള്ളത് ആര് കാണുന്നുണ്ട്? അപ്പൊ പരിശുദ്ധാത്മാവ് പറയും, ആ ജോലി അവന് കിട്ടരുതേ, ആ ജോലി അവനെ. അങ്ങനെ നമ്മുടെ ഹൃദയത്തിലിരുന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്തോത്രം. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾക്കൊക്കെ ഒത്തിരി പേർക്ക് പ്രാർത്ഥിച്ച് അതുകൊണ്ടാ പല അപകടങ്ങളും ഒക്കെ ഒഴിഞ്ഞു പോയത്. പ്രൈസ് ദി ലോർഡ്. പല പ്രശ്നങ്ങളും ഒക്കെ മാറിപ്പോയത്. മനസ്സിലായോ? ഹല്ലേലൂയ. കാരണം നമ്മൾ പ്രാർത്ഥിച്ച് എനിക്കത് കിട്ടണമെന്ന്. അത് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് എന്തുണ്ടായേനെ? വലിയ ദോഷം സംഭവിച്ചേനെ. ഞാനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ സൂയിത്ത് ഉണ്ടല്ലോ, സൂയിത്ത്, നമ്മുടെ ഷാജിയുടെ അളിയന്. പുള്ളി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം ജവാദിലെ പുള്ളിക്കൊരു ജോലിയുടെ ഇത് വന്നു, ജവാദ് കമ്പനിയിലെ. അപ്പൊ അത് വന്ന് ഏതാണ്ട് അടുക്ക വന്നു, നടക്കറക്കിയായി. ഇന്റർവ്യൂ ഒക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. ഉടനെ പുള്ളി എന്നോട് പറഞ്ഞു, പാഷ എന്തോ ഒരു ബന്ധനം ഉണ്ട്, എന്തോ ഒരു പൈശാചിക പോരാട്ടമാണ്. എനിക്ക് മനസ്സിലായത് ദൈവം തട്ടിക്കളഞ്ഞതാന്നുള്ളത്. ആമേ, പ്രൈസ്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ബൈക്കാൻമൊരു ജോലി കിട്ടി. ജവാദ് കമ്പനി ഇപ്പൊ പൂട്ടി. അന്നത്തെ ആ കമ്പനി കയറിയിരുന്നെങ്കിലോ? സ്വത്രം പറഞ്ഞേ. ആ കമ്പനിക്ക് 7 മാസത്തോളം ശമ്പളം കൊടുക്കാൻ മാർഗമില്ലാതെ ജവാദിന്റെ പല കമ്പനിയും പൂട്ടി. ഉദയായിക്ക് പോണ വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ സൂപ്പർ മാർക്കറ്റാ ജവാദ് സൂപ്പർ മാർക്കറ്റ്. പ്രൈസ് ദി ലോർഡ്. എല്ലാം പൂട്ടി.
അപ്പൊ ആ ജോലി ദൈവം കൊടുത്തില്ല. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞത് പൈശാചിക പോരാട്ടമാണ്. ഞാൻ പറഞ്ഞു, ബ്രദറെ അതല്ല, അത് പിശാചിന്റെ പോരാട്ടമല്ല, നമ്മൾ പ്രാർത്ഥിച്ചത് തെറ്റാണ്, ദൈവം അത് തടഞ്ഞ് പ്രാർത്ഥിച്ച്. ഇപ്പൊ പുള്ളിക്ക് അവര് വണ്ടിയും കൊടുത്തു, സ്വത്രം, പിന്നെ നല്ല സാലറി ഉണ്ട്, ഇപ്പൊ സൂപ്പർവൈസറായിട്ട് ജോലിയും കിട്ടി, ഭാര്യയ്ക്കും ജോലി കിട്ടി. അല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഇങ്ങനെ ദൈവം, പരിശുദ്ധാത്മാവ് ഉച്ചരിപ്പാൻ കഴിയാത്ത ഞരക്കങ്ങളിൽ നിങ്ങളുടെ അകത്തിരുന്ന് പ്രാർത്ഥിക്കും, ആ വിഷയം നടക്കരുതെന്ന്. ഒരു വീട് മേടിക്കാൻ പ്രാർത്ഥിക്കുക, ദൈവം കർത്താവ് അത് തടയും. എന്താ കാര്യം? ആ വീട് മേടിച്ചാൽ അതിന്റെ പുറകിൽ പ്രശ്നമുണ്ട്, അത് നമ്മൾ കാണുന്നില്ല. അത് മേടിച്ച് താമസിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. സ്തോത്രം പറഞ്ഞേ. അങ്ങനെ വേണ്ടും പോലെ പല പ്രാർത്ഥനയും നമുക്കറിയില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന പലതും തെറ്റാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് തടയും. എന്നിട്ട് ആ പ്രാർത്ഥനയുടെ മറുപടി കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സംശയം. ആ സംശയമാണ് പറഞ്ഞത്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ മറുപടി കിട്ടാതെ പോയത് നിന്റെ നന്മയ്ക്കാണ്. സ്തോത്രം പറഞ്ഞ്. അതുകൊണ്ട് നീ ഉടനെ പറയരുത് പിശാച് തടഞ്ഞു, അത് ബന്ധനമാണ്, അത് പ്രതികൂലമാണെന്നൊന്നും വിളിച്ചു പറയരുത്. ഉച്ചരിപ്പാൻ കഴിയാത്ത ഞരക്കങ്ങളാൽ ദൈവാത്മാവ് നിന്റെ അകത്തിരുന്ന് അത് കൊടുക്കരുതെന്ന് പ്രാർത്ഥിച്ചു. കാരണം അത് കിട്ടിയാൽ നാളെ നിനക്ക് ദോഷമാണ്. നമ്മുടെ ഇവിടെ ഉള്ള സാറായും സുല്ലും ആരാധിച്ചില്ലേ? സാറായും സുല്ലെ അറിയാമല്ലോ, ഇപ്പൊ നാട്ടിൽ പോയേ. അവര് ചെന്നു ഒരു 8-10 സെന്റ് സ്ഥലവും ഒരു വീടും എല്ലാം കൂടെ മേടിച്ചു. ചെറിയൊരു ഇച്ചിരി ലാഭത്തിലൊക്കെ കിട്ടി. ഹല്ലേലൂയ. അപ്പം ഇവരെന്ത് ചെയ്തു? അത് 2-3 വട്ടം കച്ചവടം ചെയ്തിട്ട് മാറിപ്പോയിട്ട് ഇവർ പുറകെ പോയി മേടിച്ചു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനാണ് അവരറിഞ്ഞത് അത് മിച്ചഭൂമിയായിരുന്നു. അതിനെന്തില്ലായിരുന്നു? കറക്റ്റ് ആധാരം. ഇപ്പൊ അവർക്ക് അത് വിൽക്കാനും മേല, അവിടെ പോയി താമസിക്കാനും മേല, പോയി വാടകയ്ക്ക് താമസിക്കുക. ഇപ്പം സ്വത്രം മണിവലയാണ് ആ സ്ഥലം. ലീലിയ പറഞ്ഞേ ആമേ. അത് ആദ്യമേ 2-3 വട്ടം ദൈവം മാറ്റിയിട്ടും പുറകെ പോയി വിലക്കറവാദം പറഞ്ഞ് മേടിച്ചതാ. സ്വത്രം പറഞ്ഞ് ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞതാണ്, ദൈവം അത് നമുക്ക് തടസ്സം ഉണ്ടായെങ്കിൽ അത് മേടിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞതാ. ലീലിയ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ഓർത്തോണം, ഇങ്ങനെ വേണ്ടും പോലെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് തെറ്റാണ്. നമുക്കറിയില്ലാത്തത് കൊണ്ട്, ഉച്ചരിപ്പാൻ കഴിയാത്ത ഞരക്കങ്ങളാൽ. അതുകൊണ്ട് ഇത് എനിക്ക് കിട്ടണം കിട്ടണം പറഞ്ഞ് ആരും പ്രാർത്ഥിക്കരുത്. ദൈവം തരുവാണെങ്കിൽ മതി. കാരണം ദൈവം നമുക്ക് നന്മ വരാനേ ആഗ്രഹിക്കത്തുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ദോഷമുണ്ടെങ്കിലോ? സ്തോത്രം പറഞ്ഞ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രതികൂലം ഉണ്ടെങ്കിലോ? അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് വലിയ പ്രതിബന്ധം ഉണ്ടെങ്കിലോ? നമ്മൾ തകർന്നു പോകത്തില്ലേ? അപ്പൊ വീണ്ടും ഒരു സംശയം നമുക്ക് വരും. ആ സംശയം തീർക്കാൻ വേണ്ടിയാണ് പൗലോസ് അതിന് 30-31 വാക്യം വായിച്ചേ. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. ഇത് സംബന്ധിച്ച് എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം. ഇത് സംബന്ധിച്ച് ഒന്നും പറയണ്ട. ഏതാ? ഈ അടഞ്ഞു പോയ സംബന്ധിച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ദൈവം അനുകൂലമായതുകൊണ്ട് അടഞ്ഞു പോയതാണ്, അല്ലാതെ നമുക്ക് പ്രതികൂലമായി അടയ്ക്കാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. സ്തോത്രം പറഞ്ഞ്. അതുകൊണ്ട് ആ വിഷയം നടക്കാതെ പോയെങ്കിൽ മന്ത്രവാദി അടച്ചതുമല്ല, അയൽവക്കംകാരടച്ചതുമല്ല, നമുക്ക് വേണ്ടി പിശാചു അടച്ചതല്ല. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മുടെ വിഷയത്തെ തടയാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ദൈവം അടച്ചതാണെന്നുള്ളത് ദൈവമക്കൾ തിരിച്ചറിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ആമേൻ ആമേൻ. മനസ്സിലായല്ലോ? ഇനി പ്രാർത്ഥിക്കുമ്പോൾ 2 പ്രാർത്ഥന അവിടെ ഉണ്ട്. ഒന്ന്, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു. ഇവിടെ പൗലോസ് പറയുകയാണ്, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവിൽ പ്രാർത്ഥിക്കണം. പക്ഷെ അത് ആരാധനയുടെ നടുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ആത്മാവ് നയിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല നമുക്ക്. കാരണം ചിലപ്പോൾ ആത്മാവ് 1-2 മണിക്കൂറൊക്കെ നമ്മളെ, അപ്പൊ നമുക്ക് ആരാധനയ്ക്ക് അത് തടസ്സം. അതുകൊണ്ട് ആരാധനയ്ക്ക് ഒരു ബുദ്ധിപരമായിട്ട് ആരാധനയുടെ അനുഗ്രഹം
ഇവിടെ നടക്കുന്ന ഭജന ശുശ്രൂഷ, സങ്കീർത്തനം, ആരെങ്കിലും രോഗികളായി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സൗഖ്യം, ഇതൊക്കെ പറയാം. ആത്മീയ നടത്തിപ്പിലുള്ള പ്രാർത്ഥന വീട്ടിലിരിക്കുമ്പോൾ ചെയ്താൽ മതി. അത് ചിലപ്പോൾ മണിക്കൂറുകൾ ദൈവാത്മാവ് നമ്മെ നടത്തും. നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കാത്തവർക്ക് വേണ്ടി അന്നേരം പ്രാർത്ഥിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ കയറി വരും കേട്ടോ. സ്തോത്രം പറഞ്ഞ്. അപ്പൊ ഈ ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ 2 ഗുണം അവിടെ എഴുതിയിട്ടുണ്ട്. 26-ാമത്തെ വാക്യം വായിച്ചേ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് നമുക്ക് ഒത്തിരി ബലഹീനതയുണ്ട്. ശാരീരികമായിട്ട് എല്ലാവർക്കും ബലഹീനതയുണ്ട്. ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷറുണ്ട്, രോഗമുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള നിങ്ങളുടെ ബലഹീനതയെ ശക്തീകരിച്ച്, അല്ലെങ്കിൽ ആ ബലഹീനതയിൽ നിങ്ങൾക്ക് ബലം പകരുന്ന, നിങ്ങൾക്ക് ശക്തി പകരുന്ന പ്രാർത്ഥനയാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത്, അത് വൈകിട്ട് കിടക്കാൻ നേരത്ത് 1 മണിക്കൂർ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. നമ്മുടെ ബലഹീനതയ്ക്ക് എന്ത് ചെയ്യുന്നു? മാറ്റം വരും. നിങ്ങള് പ്രൈസ് 1 മാസം ഗുളിക കഴിക്കുന്ന മാറ്റം നിങ്ങളുടെ ശരീരത്തിൽ വരും. അവിടെ അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? ആത്മാവ് നിങ്ങളുടെ ബലഹീനതയ്ക്ക്, തമിഴിലും അങ്ങനല്ലേ? ഓക്കെ. ആത്മാവ് നിങ്ങളുടെ ബലഹീനതയ്ക്ക് തുണ. അപ്പൊ ആത്മാവിൽ പ്രാർത്ഥിക്കുവോ? സ്തോത്രം. അന്യഭാഷയൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ബലഹീനമായ ശരീരത്തിനെ ദൈവാത്മാവ് ശക്തീകരിച്ചുകൊണ്ടിരിക്കും. ഇതിന് തുണ ചെയ്തുകൊണ്ടിരിക്കും, ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് നിങ്ങളെ ശാരീരികമായി വളരെ ക്ഷീണമൊക്കെ അനുഭവിക്കുന്നെങ്കിൽ 1 മണിക്കൂർ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. എന്നിട്ട് അടുത്ത ആഴ്ച വന്ന് എന്നോട് പറ വചനം തെറ്റാണെന്ന്. പ്രൈസലോ. വചനം ഒരിക്കലും തെറ്റുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. ആത്മാവിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. ആത്മാവിൽ ഉറക്കം തൂങ്ങിയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യം നടക്കില്ല. നമ്മുടെ ബലഹീനതയിൽ എന്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ മനസ്സിലായല്ലോ ആത്മാവിലുള്ള പ്രാർത്ഥന. നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും, സപ്പോർട്ട് ചെയ്യും. മനസ്സിലായി നിങ്ങൾക്ക്? എന്ന് പറഞ്ഞാൽ കുറെ നാളുകളായി നിങ്ങൾക്ക് ചില വിഷയത്തിന്മേൽ പ്രാർത്ഥിച്ച് ജയിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ആ വിഷയത്തിൽ തോറ്റു കിടക്കുക, ആ വിഷയത്തിൽ ബലഹീനരായി കിടക്കുക. ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അതിന്മേൽ ജയിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് ആത്മാവിലെ പ്രാർത്ഥനയാണ്. കുറെ നാളുകളായിട്ട് ജോലി വിഷയത്തിലൊക്കെ പ്രാർത്ഥിച്ചിട്ട് തോറ്റു കിടക്കുമല്ലേ? പ്രമോഷൻ കിട്ടേണ്ടതും ശമ്പളം കൂട്ടി കിട്ടേണ്ടതും ഇല്ലാതെ കിടക്കുക. ആ വിഷയം ഏറ്റെടുത്ത് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തുണ നൽകും, നിങ്ങൾക്ക് സപ്പോർട്ട് നൽകും, നിങ്ങൾക്ക് ശക്തി നൽകും. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് പൊക്കി തലേ വെക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കഴിയാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൈത്താങ്ങി തരും. തലയെടുക്കത്തക്ക നിലയിലെ വിഷയത്തെ ജയമെടുക്കത്തക്ക നിലയിൽ ആത്മാവ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഇന്നോട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥന, സന്ധ്യ പ്രാർത്ഥന ആത്മാവിലുള്ള പ്രാർത്ഥനയായിരിക്കണം. അല്ലെങ്കിൽ പറഞ്ഞ് ആത്മനിറവോടെ പ്രാർത്ഥിക്കുവാൻ, അന്യഭാഷകൾ പറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഈ 2 ബലഹീനതയ്ക്കും വിടുതൽ കിട്ടും. ഏതൊക്കെയാ 2 ബലഹീനത? ഒന്ന്, ഇന്ന് വരെയും ജയിക്കാൻ പറ്റാത്ത വിഷയം, തോറ്റു കിടക്കുക. പ്രാർത്ഥിച്ചിട്ടൊന്നും കുടുംബത്തിലെ പ്രശ്നത്തിന് വിടുതൽ കിട്ടിയിട്ടില്ല. പ്രാർത്ഥിച്ചിട്ടൊന്നും കുടുംബജീവിതത്തിലെ പ്രശ്നത്തിന് വിടുതൽ കിട്ടിയിട്ടില്ല. പ്രാർത്ഥിച്ചിട്ട് എന്തല്ല, സാമ്പത്തിക വിഷയത്തിൽ വിടുതലില്ല. പ്രാർത്ഥിച്ചിട്ട് പലതിനും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ല. അങ്ങനെ നിങ്ങൾ ആ വിഷയത്തിലൊക്കെ ബലഹീനരായി കിടക്കുന്ന ആ വിഷയത്തിൽ നിങ്ങൾക്ക് ബലം പകരുന്നത് ആത്മാവാണ്. അപ്പൊ ആത്മാവിൽ പ്രാർത്ഥിക്കുവോ? ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം കാര്യങ്ങൾക്ക് വിടുതൽ കിട്ടും കേട്ടോ. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. സ്തോത്രം. അല്ലേ? ചിന്തയിലോട്ട് വരുന്നതിന് മുമ്പേ
ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലൂസിന്റെ ഒരു കപ്പൽ യാത്ര നമുക്ക് കാണാം. നമ്മൾ പലപ്പോഴും അത് കണ്ടിട്ടുമുണ്ട്, നമ്മൾ വായിച്ചിട്ടുമൊക്കെ ഉള്ള വാക്യങ്ങളാണ്. 27-ാം അധ്യായത്തിലാണ് റോമിലേക്ക് പുള്ളി പോവുകയാണ്. ആ പോകുന്ന കപ്പൽ യാത്രയിൽ ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടു, ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടു. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. 27-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. വായിച്ചാട്ടെ. അവിടെ നിന്ന് ഞങ്ങൾ നീക്കി, കാറ്റ് പ്രതികൂലമാകിയാൽ കുപ്രോസ് ദ്വീപിന്റെ മറപറ്റി ഓടി. മതി, കണ്ടോ? കാറ്റ് പ്രതികൂലമാകുക, മുമ്പോട്ട് പോകാൻ സമ്മതിക്കാതെ പ്രതികൂലമായി അങ്ങനെ ഇന്ന് വരെ പോകാൻ പറ്റുന്നില്ല. പല വിഷയത്തിലും ഇറങ്ങിയിട്ട് തലക്കലിങ്ങനെ വിടത്തില്ല എന്ന് പറഞ്ഞ് പ്രതികൂലത്തിന്റെ കാറ്റ് ശക്തമായി തടയുകയും അത് ആഞ്ഞടിക്കുക. സ്തോത്രം. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവിടെ നിന്ന് ഞങ്ങൾ നീക്കി, കാറ്റ് പ്രതികൂലമാകിയാൽ കുപ്രോസ് ദ്വീപിന്റെ മറപറ്റി ഓടി. മതി, സ്തോത്രം. അവിടെ രണ്ടാമത്തെ പദം കണ്ടോ? കുപ്രോസ് ദ്വീപിന്റെ. അപ്പൊ നിങ്ങളോട് വലിയ സത്യം പറയാൻ പോവാ. ഏത് പ്രതികൂല വാഞ്ഞടിക്കുമ്പോഴും ദൈവം അവിടെ ഒരു മറ ഒരുക്കി തരും. നിങ്ങൾക്ക് കണ്ടോ? ഒരു കുപ്രോസ് ദ്വീപിനെ മറയായി ദൈവം കൊടുത്തു. ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ആ കാറ്റിനെ ഇവരെ പുറകോട്ട് തിരിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി പറയുന്നത്, പ്രതികൂലമില്ലെന്നല്ല, പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ നീ പ്രാർത്ഥിച്ചു, അവിടെ നിനക്കൊരു മറ ഒരുക്കി ആ സ്റ്റേജ് കടന്നു പോകുവാൻ ദൈവം ഇടയാക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം പറഞ്ഞ് നീ പ്രാർത്ഥിച്ചു. പ്രതികൂലത്തിന്റെ കാറ്റ് ഒരു വിധത്തിലും പോകാൻ മേലായിരുന്നു. എന്നാൽ ആ സമയത്ത് കർത്താവോട് ഒരു മറയൊരുക്കി ആ കാറ്റിനെ തടഞ്ഞിട്ട് തന്റെ ദാസനെയും ആ കപ്പല് മുൻപോട്ട് വിട്ടെങ്കിൽ ഈ രാത്രി ഞാൻ ഉറപ്പു തരുന്നു, മടുത്തു പോകണ്ട, തളരണ്ട, ക്ഷീണിക്കണ്ട. മുട്ടും മടക്കി പ്രാർത്ഥിക്കൂ. വിശാല വിഷയത്തിന് മേലും, ജോലിയുടെ വിഷയത്തിന്റെ മേലും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേലും, ആഞ്ഞടിക്കുന്ന ഏത് ഒരു മറയൊരുക്കി ദൈവം അതിനെ തടയും. ഒരു മറയൊരുക്കി ദൈവം അതിനെ തടഞ്ഞ് നമ്മളെ മുൻപോട്ട് വിടാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാട്ടെ. കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രതിസന്ധികൾ നമ്മെ തകർക്കാതെ മറച്ച ദൈവം ഇന്നും അവിടെ മറയൊരുക്കിയ കണ്ടോ? സ്തോത്രം. അടുത്ത നിങ്ങൾ നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 27-7 വായിച്ചാട്ടെ. പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി നീദോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി. കാറ്റ് സമ്മതിക്കായകിയാൽ ക്രേത്ത ദ്വീപിന്റെ മറപറ്റി. അവിടെ വന്നപ്പോ സമ്മതിക്കാത്ത കാറ്റ്, ഒരു വിധത്തിലും പോകാനും വരാനും ഒന്നും സമ്മതിക്കത്തില്ല. അവിടെ വന്നപ്പോ കർത്താവ് എന്ത് ചെയ്യുന്നറിയാം? അവിടെ ഒരു മറയൊരുക്കി, ക്രേത്ത ദ്വീപിന്റെ മറ. ഹല്ലേലൂയ പറഞ്ഞേ. നിന്റെ ജീവിതത്തിൽ ഒരു വിധത്തിലും ജോലി, ഒരു വിധത്തിലും പ്രാർത്ഥനയുടെ മറുപടി, ഒരു വിധത്തിലും സാമ്പത്തികം, ഒരു വിധത്തിലും നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തത്തില്ല, സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് കാറ്റാഞ്ഞടിച്ചപ്പോൾ അവിടെ ഒരു മറയൊരുക്കി അവിടെയും തന്റെ കുഞ്ഞുങ്ങളെ ദൈവം നടത്തി. ഹല്ലേലൂയ പറ ദൈവം ഇതിന്. അതുകൊണ്ട് നീ പുറകോട്ട് മാറണ്ട, പിന്മാറണ്ട, പേടിക്കുകയും വേണ്ട, ഭയപ്പെടുകയും വേണ്ട. എത്ര മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞാലും നിനക്ക് വേണ്ടി ഒരു മറയൊരുക്കി ആ പ്രതികൂലത്തിന്റെ കാറ്റിനെ തടയുന്ന ദൈവം നമ്മളോടൊപ്പമുണ്ട്. ഹല്ലേലൂയ പറ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ കാറ്റ് വന്നപ്പോഴും മറയൊരുക്കി കർത്താവ് അതിനെ തടഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കണ്ടല്ലോ? പ്രൈസ് ദി ലോർഡ്. അതിൽ നമുക്ക് മുമ്പോട്ട് വരാം. ഇന്നേ നമ്മൾ നോക്കുമ്പോൾ ആമേൻ. 24-ാമത്തെ വാക്യം വായിച്ചേ. സോറി, 24 ഞാൻ നോക്കിക്കോട്ടെ. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. 14-ാമത്തെ വാക്യം തുടങ്ങിയ 13 തൊട്ട് 13. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്ത ദ്വീപിന്റെ മറപറ്റി ഓടി. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുലുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി. ജീവിതത്തിലെല്ലാം തകർന്നു പോയി,
കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയി. ആമേ, ഈശാനം മൂലം കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ശക്തമായ പ്രതിസന്ധി ആഞ്ഞടിച്ച് എല്ലാം കയ്യിൽ നിന്ന് നിയന്ത്രണമൊക്കെ വിട്ട് എല്ലാം തകർന്നു പോയപ്പോൾ അവിടെയും ചെറിയൊരു ദീപുരുക്കി, ഒരു ക്ലൗദിയ എന്ന് പറയുന്ന ഒരു ദീപുരുക്കി. അതിനെ ദൈവം തടഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഒന്നുകൂടെ ആഴമായി പറയട്ടെ. കഴിഞ്ഞ ഓരോ നാളുകളിലും നിന്റെ നേരെ ആഞ്ഞടിച്ച പ്രതികൂലങ്ങളെ മുഴുവനും മറയൊരുക്കി തടഞ്ഞു. തടഞ്ഞാണ് ഇന്നിവിടം വരെ എത്തിയത്. സ്തോത്രം പറഞ്ഞ് ഇന്നത്തെ ദിവസം ഈ കസേര വന്ന് ഈ ഹോളിൽ വന്ന് ഇരിക്കുന്ന ദിവസം വരെ ഓർത്തോണം, നിന്റെ നേരെ വന്ന പല പ്രതികൂലത്തെയും നിന്നോട് അടുക്കാതെ വണ്ണം തടഞ്ഞൊരു ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഇന്നിവിടത്തോളം എത്തിയിരിക്കുക. സമ്മതിക്കാത്ത കാറ്റ് വന്നപ്പോൾ അവിടെ ദൈവം മറയൊരുക്കി. പിന്നെ പ്രതികൂലത്തിന്റെ കാറ്റ് വന്നപ്പോൾ അവിടെയും ദൈവം മറയൊരുക്കി. ഈശാനമൂലം കാറ്റടിച്ച് എല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോൾ അവിടെയും ദൈവം മറയൊരുക്കി. ഉറക്കി കണ്ടില്ലേ? പ്രൈസലോ. എല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോയിട്ട് തിരിച്ചു പോയ പുള്ളിയാ. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? വീണ്ടും ഇവിടെ വരാനുള്ള ഒരു ചെറിയ മറ ദൈവം ഒരുക്കി. സ്തോത്രം പറഞ്ഞാട്ടെ. ക്ലൗദിയ ദ്വീപിന്റെ മറ ഒരുക്കി. ആ സ്റ്റേജും ദൈവം കടത്തിയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവവൈദ്യനെ നീ പേടിക്കണ്ട. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. സ്തോത്രം. നിനക്ക് നടത്താമെന്ന് പറഞ്ഞാൽ നിന്നെ മുൻപോട്ട് വിടില്ലെന്ന്. ഏത് കൊടുങ്കാറ്റ് പോലെയുള്ള ശക്തി നിനക്കെതിരെ വന്നാലും അതിനെ തടയുവാൻ ദൈവശക്തൻ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് കൈയടിച്ചെന്ന് ആരാധിച്ചു. ഈ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നത് ഇതുകൊണ്ടല്ലേ? ഇത്രത്തോളം നമ്മെ ദൈവം നടത്തിയില്ലേ? ഈശാനമൂലം കാറ്റടിക്കുന്നത് പോലെ ജോലിയും ബിസിനസ്സും ഒക്കെ തകർന്നു പോകത്തക്ക നിലയില് പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആഞ്ഞടിച്ചപ്പോഴും പ്രതിസന്ധികൾ ആഞ്ഞടിച്ചപ്പോഴും അവിടെയെല്ലാം മറയൊരുക്കി തന്നില്ലേ? സ്തോത്രം. ദൈവം എത്ര വിശ്വസ്തനാ. അന്ന് മറയൊരുക്കിയില്ലെങ്കിൽ ഇന്നിവിടെ കാണുമോ നമ്മളെ? സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇനി അടുത്തയിലേക്ക് നമുക്ക് പോകാം. 27-ാം അധ്യായത്തിന്റെ ആമേൻ പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ചെയ്യും, 19-20 ബാക്കി എന്താവട്ട് വായിച്ചേ. 3-ാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ട് കളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. മതി. കണ്ടോ 23-ാമത്തെ വാക്യം കണ്ടോ? എന്റെ ഉടയവൻ ഞാൻ സേവിക്കുന്ന ദൈവം ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ പറഞ്ഞേ. എപ്പോഴാന്ന് കണ്ടോ നിങ്ങളെ? ആമേൻ. ശക്തമായ കൊടുങ്കാറ്റാഞ്ഞടിച്ച് ദിവസങ്ങളോളം കാറ്റടിച്ചുകൊണ്ടിരിക്കുക. സൂര്യപ്രകാശം നിന്നുപോയി. ആകാശത്ത് നക്ഷത്രങ്ങളില്ല. ദിക്കും ദിശ ഒന്നും അറിയാൻ പറ്റുന്നില്ല. ശക്തമായ ശീതവും കൊടുങ്കാറ്റും മഴയ്ക്കകത്തും ഈ കപ്പൽ അകപ്പെട്ട് കിടക്കുമ്പോൾ അതിന്റെ മുകളിലത്തെ വാക്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആശ അറ്റുപോയി. ചിലരെ കണ്ടോ? ആശ അറ്റുപോയി. ഇനി എനിക്ക് എന്തല്ല വീട് കിട്ടുമെന്ന് നോക്കുന്നില്ല. ഇനി എന്നെ കൊണ്ടെന്നല്ല പ്രൈസ് സ്ഥലം മേടിക്കാൻ പറ്റില്ല. ഇനി എനിക്കൊരു നല്ല ജോലി കിട്ടില്ല. ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇനി എന്റെ വിഷയങ്ങൾ നടക്കത്തില്ല. ആശയറ്റ ചില ജീവിതങ്ങൾ. സ്തോത്രം പറഞ്ഞ് എന്ന് പറഞ്ഞാൽ സകല വഴികളും അടഞ്ഞിരിക്കുന്നു. ദിവസങ്ങളോളം ഇരുട്ടിനകത്ത് കിടക്കുകയാണ്. രാപകലില്ലാതെ കാറ്റടിച്ചു കൊണ്ടിരിക്കുന്നു. ശക്തിയേറിയ തണുപ്പും മഴയും
തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, ആശയറ്റപ്പോൾ വായിക്കുകയാണ്, എന്റെ ഉടയവൻ ഇന്നലെ രാത്രി ഇറങ്ങി. ഹല്ലേലൂയ പറഞ്ഞ്. ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറയുന്നു, നടക്കത്തില്ലെന്ന് തോന്നി, ഒരിക്കലും ഈ കാറ്റിൽ നിന്ന് ഞാൻ വെളി വരികയില്ല, ഒരിക്കലും ഈ പ്രതികൂലത്തിൽ നിന്ന് ഞങ്ങൾക്ക് വെളി വരാൻ പറ്റത്തില്ല, ഞങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചു പോകും, തകർന്നു പോകുമെന്ന് തോന്നിയടപ്പോൾ സർവശക്തൻ അവിടെ ഇറങ്ങി. പൗലോസ് പറയാൻ, ഇന്നലെ രാത്രിയിൽ എന്റെ ഉടയവൻ ഇവിടെ ഇറങ്ങി. ഹല്ലേലൂയ പറഞ്ഞ്. ഈ രാത്രി ഞാൻ ഉറപ്പു തരികയാണ്, നടക്കത്തില്ലെന്നോർത്ത് ആരും നിരാശരാകണ്ട. നിനക്കൊരു ഉടയവനുണ്ട്, നിന്നെ വിളിച്ചവനുണ്ട്, ആമേൻ, നിന്നെ കാണുന്നവനുണ്ട്, നിന്നെ അറിയുന്നവനുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഇറങ്ങി വരാതിരിക്കുകയില്ല. ആശയറ്റപ്പ് ഇറങ്ങി വന്ന് കണ്ടോ? സ്തോത്രം പറഞ്ഞേ. ഇത്രയും ദിവസം ഒരു മറ മതിയായിരുന്നു, ഇവിടെ മറയൊന്നുമില്ല. സ്തോത്രം. നിന്ന് കാറ്റടിക്കുക. അപ്പോൾ കർത്താവ് നേരെ ആ കപ്പലിൽ ഇറങ്ങി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നു, ആശയറ്റ് പോയോ? കൂലി കിട്ടുന്ന ആശയില്ലേ? സ്തോത്രം പറ. ആശയറ്റുപോയോ? ഞങ്ങളുടെ കടം വീട്ടി തീർക്കുകയല്ല. ആശയറ്റുപോയോ? ഇനി എനിക്കൊരു ഉയർച്ച ഉണ്ടാക്കത്തില്ല. ആശയറ്റുപോയോ? ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഇനി എനിക്കൊന്നും ഉണ്ടാകത്തില്ല. ആശയറ്റുപോയോ? ഒരു വളർച്ച എനിക്ക് ഈ ദേശത്തില്ല. ആശയറ്റുപോയോ? എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ലെന്ന്. ആശയറ്റുപോയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടെ പറയുന്നു, ആശയറ്റുപോയ സ്ഥാനത്ത് നിൽക്കാൻ നമ്മുടെ ഉടയവൻ ഇറങ്ങി വരും. നമ്മുടെ ഉടയവൻ ഇറങ്ങി വരും. ആശയറ്റുപോയപ്പോൾ പൗലോസ് പറയാണ്, ആശകളൊക്കെ അറ്റുപോയി. ഇതുവരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എത്ര കാറ്റ് വന്നാലും ഞങ്ങളെ കൈവിടില്ലെന്ന്. എന്നാൽ ഇപ്പോൾ ആ പ്രതീക്ഷയെല്ലാം അടഞ്ഞുപോയി. ഇപ്പൊ ചിലരങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇനി അത് നടക്കാൻ പോകുന്നില്ല. നിങ്ങളോട് ആരാത് പറഞ്ഞത്? ആശയറ്റ് പോയെടുത്ത് കർത്താവ് ഇറങ്ങി വന്നിട്ട് പറയാണ്, പൗലോസേ, നിന്നെ ഞാൻ കരക്കടിപ്പിക്കും. സ്തോത്രം. അതുകൊണ്ട് അറ്റ ജീവിതങ്ങളോടെ ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ പ്രതീക്ഷയില്ല, ആശയറ്റുപോയി. അവർ പറഞ്ഞ്, ഭാഷ ഇനി നടക്കത്തില്ല. ആശയറ്റു പോയിട്ടുണ്ടോ? ആശയറ്റു പോകരുത്. കാരണം ആശയറ്റുപോയാലും ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. സ്തോത്രം പറഞ്ഞേ. അവിടെ ഇറങ്ങി വരാൻ ഒരുവനുണ്ട്. ആശയറ്റുപോയെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പ്രതീക്ഷകൾ തീർന്നു, പിന്നെ എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ വാതിലുകളും അടഞ്ഞു, പിന്നെ സകല കണക്കുകൂട്ടലുകളും തെറ്റി, ഇനി ഒരിക്കലും വിടുതലിന് ഒരു വഴിയുമില്ല. അങ്ങനെ ആശയറ്റുപോയപ്പോൾ കർത്താവ് ആ കപ്പലിൽ ഇറങ്ങിച്ചെന്ന് ആശയറ്റുപോയ തന്റെ ഭക്തനോട് പറയാണ്, ഞാൻ നിന്നെ വിടുവിക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രിയില് എന്റെ വിഷയം ഇനി ഒരിക്കലും നടക്കില്ല. ഞാൻ ഇനിയും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. എനിക്കിനി ആരും സഹായവുമില്ല, സപ്പോർട്ടുമില്ല. എനിക്ക് ഒരു വിധത്തിൽ മുൻപോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആശയറ്റ ജീവിതത്തോട് ഞാൻ പറയട്ടെ, യേശു നിന്റെ അടുക്കൽ ഇറങ്ങി വരാതിരിക്കത്തില്ല. ശിഷ്യന്മാർ ഒരിക്കലും ഇങ്ങനെയായിരുന്നു, തണ്ട് വലിച്ചു അവരും ആശയറ്റു, വലഞ്ഞുപോയി. 4-ാം യാമമായി, നേരം വെളുക്കുന്നതിന് മുമ്പ് ഞങ്ങള് ഈ കടലിൽ തീരും. സ്തോത്രം. ആശയറ്റുപോയി. ഇനി ഒരു പ്രതീക്ഷയ്ക്കും വഴിയില്ല. പ്രൈസലോ. ആശയറ്റുപോയപ്പോൾ വെള്ളത്തിന്റെ മുകളിൽ കൂടെ ദൂരോട്ട് നോക്കിയപ്പോൾ ഒരാളിങ്ങനെ നടന്നു വരികയാണ്. സ്തോത്രം പറഞ്ഞ്. ആശയറ്റുപോയ തന്റെ ഭക്തരുടെ അടുക്കൽ വന്ന് ആ പടകിൽ കയറി അക്കരെ എത്തിച്ച ദൈവം വഴി അടഞ്ഞെന്നോർത്ത്, ആശകളെല്ലാം അറ്റുപോയിട്ട് വാതിലുകൾ ഒന്നും ഇല്ലെന്നോർത്ത് നിരാശപ്പെടുന്നവരോട് ഈ രാത്രിയിൽ ദൈവത്തിന് പറയാനുള്ളത്, ഞാൻ നിന്നെ ഇറക്കിയെങ്കിൽ ആശയറ്റടത്ത് ഞാൻ വരാതിരിക്കത്തില്ല. ഞാൻ നിന്നെ വിളിച്ചിറക്കിയതാണോ? ഞാൻ നിന്നോട് പോകാൻ പറഞ്ഞതാണോ? ഞാൻ നിന്നെ കാണാതിരിക്കുകയില്ല. കർത്താവ് എന്ത് ചെയ്തു? ആശയറ്റു പോയിടത്ത് കർത്താവ് ഇറങ്ങി വന്നു. സ്തോത്രം പറ. സ്തോത്രം. ശക്തമായി പ്രാർത്ഥിച്ചു. ഇപ്പൊ ഞാൻ ഓർപ്പിച്ചതുപോലെ ഓരോ പ്രതികൂലത്തിന്റെ കാറ്റ് വരുമ്പോഴും അവിടെ ഒരു മറദൈവം ഒരുക്കും. കർത്താവിനറിയാം നമുക്ക് അവിടെ കടന്നു പോകാൻ പറ്റത്തില്ലെന്നറിയാം. ഈ കാറ്റ് നമ്മളെ തകർക്കുമെന്നറിയാം. ഈ കപ്പൽ മുക്കുമെന്നറിയാം. അങ്ങനെ ആ കപ്പൽ മുങ്ങിപ്പോകത്തക്ക നിലയിൽ ശക്തിയേറിയ കാറ്റ് വന്നപ്പോൾ മറ ഒരുക്കി അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ ബഹർ നീ ഉള്ളത്രയും കാലം, ഹല്ലേലൂയ പറഞ്ഞേ,
നിനക്കെതിരെ വരുന്ന സകല പ്രതികൂലത്തെയും തടഞ്ഞ് മറ ഒരുക്കിക്കൊണ്ട് നിന്റെ കുടുംബത്തെ ഈ ദേശത്ത് മുന്നോട്ട് നടത്തുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. വേണ്ട സഹോദരി, നിങ്ങളുടെ വലിയ ഗുണവധികാരം പോറ്റാവിരുന്നു കേട്ടോ. പ്രസംഗിക്കുന്നത് എനിക്കറിയാം, എന്റെ ബാക്കി പറയാൻ താനൊന്നും പറയണ്ട കേട്ടോ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ കണ്ടോ, ആശ അറ്റു പോയോടത്തെ എന്ത് ചെയ്തു കർത്താവ് പറയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് രഹസ്യ പ്രാർത്ഥന. ആരുമില്ലെങ്കിൽ പരിപാടി ശരിക്കും നടക്കും. 4 പേര് നോക്കിയാല് അത്രയും ആത്മാവ് ഈ സഭയിൽ വേണ്ട. എല്ലാവരുടെയും കാങ്കൻ ആരാധിക്കുന്ന ആത്മാവൊക്കെ മതി കേട്ടോ. ഓക്കെ, നമുക്ക് മടങ്ങി വരാം, സമയം കടന്നു പോകുന്നു. ആമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ക്ലാസ് എടുത്തപ്പോഴേ, സോണു ഇവിടെ വന്ന് സോണുവിന് ക്ലാസ് എടുത്തപ്പോഴേ യോസഫിനെ കുറിച്ച് ക്ലാസ് എടുത്തു. അപ്പൊ അതിനകത്ത് ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ച ഒരു ചിന്ത പറയാം. സമയമില്ലാത്തതുകൊണ്ട് മുഴുവൻ പറയാൻ സമയം കിട്ടുകയില്ല. 105 സങ്കീർത്തനത്തിന്റെ 16 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ വായിക്കാം കേട്ടോ. 105 സങ്കീർത്തനത്തിന്റെ 16 തൊട്ട് അവൻ ദേശത്ത് ഒരു ക്ഷാമം വരുത്തി, അപ്പം എന്ന കോലിനെ അശേഷം ഓടിച്ചു കളഞ്ഞു. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചെങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. സമയമില്ലാത്തോണ്ട് ഒരു വാക്യം കൂടെ 45:5 ഉൽപ്പത്തി പുസ്തകം വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 45:5. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഇവിടെ ജോസഫ് സഹോദരങ്ങളൊക്കെ ജോസഫിന്റെ അടുക്കൽ ചെന്നു, ജോസഫിനെ തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 17-ാമത്തെ വയസ്സിലാണ് ജോസഫ് വീട്ടിൽ നിന്ന് പോകുന്നത്. 30-ാമത്തെ വയസ്സിലാണ് ഈ ദർശനമൊക്കെ നിറവേറുന്നത്. സ്തോത്രം. അപ്പോൾ ജോസഫ് അവിടുത്തെ മന്ത്രിയായി. അവിടെ ഒരു വകുപ്പില്ലായിരുന്നു, പക്ഷെ ഫറോ രാജാവ് ഒരു വകുപ്പ് ഉണ്ടാക്കി. ഭക്ഷ്യവകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പ് ഉണ്ടാക്കിയിട്ട് ജോസഫിന്റെ അതിൻ്റെ മുകളിൽ ഇരുത്തിയിട്ട് വീണ്ടും ഫറോ രാജാവ് ആ രാജ്യത്തിന്റെ 2ാമനായിട്ട് ഉയർത്തി. രാജാവ് കഴിഞ്ഞാൽ പിന്നെ ഈ പുള്ളി അങ്ങനെ 2 പദവി കൊടുത്ത് ജോസഫ് ഉയർത്തിയിരിക്കുക. അപ്പൊ ഇതിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഇല്ലാത്ത പദവി ഉണ്ടാക്കിക്കോളും. ഇസ്രയേലിൽ അങ്ങനെ ഒരു പ്രത്യേക ഭക്ഷ്യവകുപ്പൊന്നുമില്ല, പക്ഷെ ജോസഫ് അവിടെ ചെന്നപ്പോ ഫറോ രാജാവ് അത് ഉണ്ടാക്കി. സ്വന്തം അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടാക്കിയിട്ട് അത് മുഴുവനും ജോസഫിനെ ഏൽപ്പിച്ചു. സ്തോത്രം. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അടുത്ത 7 വർഷം ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് വരാൻ പോകുന്ന ക്ഷാമത്തിൽ നിന്ന് മാറിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ദൈവിക ദർശനവും ദൈവിക വാക്തത്വവും ഉണ്ടെങ്കിൽ ഇല്ലാത്ത വകുപ്പുകൾ ഉണ്ടാക്കി നമ്മള് അവിടെ എത്തിക്കാൻ ആർക്കറിയാം? കർത്താവിനെ. നിലവിൽ അങ്ങനെ ഒരു പോസ്റ്റോ വകുപ്പ് ഒന്നും കാണുകയല്ല. നിങ്ങളുടെ കണ്ണിന്റെ മുമ്പില് ജീവിതത്തിൽ ഒരിക്കലും നിറവേറാനുള്ള ഒരു സാധ്യതയും കാണുകയല്ല. പക്ഷെ നിങ്ങൾ പിന്മാറരുത്, ഇല്ലാത്ത വകുപ്പ് പുള്ളി ഉണ്ടാക്കും. സ്തോത്രം. ആരുണ്ടാക്കി? ദൈവം ഫറോ രാജാവിനെ കൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക വകുപ്പ് ഉണ്ടാക്കി യോസഫിനെ അവിടെ മോളിൽ കയറ്റി ഇരുത്തി. അത് കഴിഞ്ഞു വീണ്ടും 2ാമനായിട്ടും അനുഗ്രഹിച്ചു. സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. അതുകൊണ്ട് ദൈവിക വാഗ്ദത്തം ഉള്ളവർ ഉറച്ചു നിൽക്കണം വിശ്വാസത്തില് കേട്ടോ. ആമേൻ. ഉറച്ചു നിൽക്കുക. ദൈവത്തിന്റെ സമയമാകുമ്പോൾ അത് പുള്ളി നിറവേറിക്കോളും. പ്രൈസ്. ഒന്നും കാണാനില്ലെന്നും പറഞ്ഞ് ഇടയ്ക്ക് ഇട്ടേച്ച് പോയിട്ട് പിന്നെ എന്നെ കുറ്റം ഒന്നും പറഞ്ഞേക്കരുത്. പ്രൈസലോ. എന്നെ കുറ്റം ഒന്നും പറഞ്ഞേക്കരുത്. കണ്ണിന്റെ മുമ്പിൽ ഒന്നും കാണാനില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ നിൽക്കുക, ബാക്കി കർത്താവ് ചെയ്തോളൂ. ഞാനത് പറയാനല്ല വന്നത്. അപ്പൊ ഈ
17 വർഷങ്ങൾ കഴിഞ്ഞ് ജോസഫ് അവിടുത്തെ മന്ത്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ സഹോദരന്മാർ അവിടെ ചെന്നപ്പം യോസഫ് അവരോട് പറഞ്ഞ വാക്യമാണ് 45:5 നമ്മൾ കണ്ടത്. നിങ്ങൾ എന്നെ ഇവിടേക്ക് വിറ്റു. പക്ഷെ ജോസഫ് പറയാ, നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. നിങ്ങൾ എന്നെ വിറ്റതല്ല. പക്ഷേ അവർ യോസഫിനെ വിറ്റതാണ്, അതാണ് സത്യം. പക്ഷെ യോസഫ് പറയാ, അല്ല, ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാ. ഈ 105-ാം സങ്കീർത്തനത്തിലും നമ്മളതാ കാണുന്നത്. ദൈവം ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെന്നാ വായിക്കുന്നത്. അപ്പത്തിന്റെ കോല് കർത്താവ് ഒടിച്ചു, ക്ഷാമം ദൈവം വരുത്തി. അല്ലാതെ ആ ശേഷത്തിൽ പെട്ടെന്ന് ക്ഷാമം ഉണ്ട്, ദൈവം ക്ഷാമം വരുത്തി. എന്തിനാ ദൈവം ക്ഷാമം വരുത്തിയത്? അപ്പത്തിന്റെ കോൽ ഒടിച്ചത് എന്തിനാ? ഇവര് യോസഫിന്റെ അടുക്ക ചെല്ലാനാ. ധാന്യം മേടിക്കാൻ ഇവരെവിടെ ചെല്ലണം? ഇവരവിടെ ചെല്ലണം. സ്തോത്രം. അങ്ങനെ ഓരോ പ്രവൃത്തിയും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പത്തിന്റെ കോലൊടിച്ചതെല്ലാം ദൈവമാണ്. അതുകൊണ്ട് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതൊക്കെ ദൈവമാണ്. ആമേ, പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങൾ, സത്യത്തിങ്കിൽ യോസഫിനെ വെറുത്തതല്ല, ദൈവം വെറുപ്പിച്ചതാണ്. കാരണം യോസഫിനെ ഇവർ സ്നേഹിച്ചുകൊണ്ടിരുന്നാൽ കർത്താവിന് ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനൊക്കത്തില്ല. സഹോദരങ്ങളും അപ്പനും വിടത്തില്ല. അപ്പോൾ ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോകാതെ കർത്താവിനെ മിസ്രൈമിൽ കൊണ്ടുവന്ന് യോസഫിനെ ഉയർത്താൻ ഒക്കുമോ? ഒക്കത്തില്ല. അതുകൊണ്ട് ഇവര് വെറുത്തേ പറ്റും. അതുകൊണ്ട് ഇവര് വെറുത്തതിന്റെ പുറകിലും ദൈവത്തിന്റെ കരമുണ്ട്. അപ്പൊ ഞാൻ ഒറ്റ വാക്കി പറയാം, യോസഫ് ഒരു വലിയ സത്യം വിളിച്ചു പറഞ്ഞു, തിരിച്ചറിഞ്ഞു. എന്താണ്? ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാ. ഒറ്റ വാക്കിൽ അർത്ഥം പറയാം. യോസഫ് പറയാണ്, എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ എന്നെ വിറ്റതും നിങ്ങൾ എന്നെ വെറുത്തതും തള്ളിക്കളഞ്ഞതും വിറ്റതും ഞാൻ പൊത്തിപ്പേറിന്റെ വീട്ടിൽ പോയതും അടിമയായതും എന്നെ ഇവിടെ വിലക്ക് മേടിച്ചതും ഞാൻ ജയിലിൽ പോയതും എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്തിനാ? എന്നെ നേരത്തെ ഇവിടെ എത്തിക്കാൻ. എന്നെ നേരത്തെ ഇവിടെ, ഈ ക്ഷാമകാലമൊക്കെ വരുന്നതിന് മുൻപേ എന്നെ ഈ ദേശത്തെത്തിച്ച് എന്നെ ഇവിടുത്തെ മന്ത്രിയാക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയാണിതെന്ന് യോസഫ് പറയുകയാണ്. ഒറ്റ വാക്കിൽ അർത്ഥം പറയുന്നു. അതിന്റെ അർത്ഥം എന്താ സിസ്റ്ററെ അറിയാവോ? അതിന്റെ അർത്ഥം, എൻ്റെ ജീവിതത്തിൽ വന്നതിലെല്ലാം ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. സ്തോത്രം. സഹോദരന്മാരെ, നിങ്ങൾ വെറുത്തതിൽ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ വിറ്റതിൽ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. ഞാൻ പൊത്തിപ്പേറിന്റെ വീട്ടിൽ അടിമയായി പോയത് ദൈവത്തിന്റെ കരം അതിന്റെ പുറകിലുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ ജയിലിൽ പോയത് അതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാജാവിന്റെ അടുക്കൽ എത്തിയത്. ചുരുക്കി പറഞ്ഞ, ഇതുവരെ വന്ന് എല്ലാത്തിന്റെയും പുറകിൽ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു എന്ന സത്യം യോസഫ് മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഇതുവരെ ഉള്ളതിന്റെ എല്ലാം പുറകെ ദൈവത്തിന്റെ കരമുണ്ട്. സ്തോത്രം പറഞ്ഞ് നാട്ടിൽ നിന്ന് ഇവിടെ വന്നതിന്റെ പുറകിലും, ഇവിടെ വിസ കിട്ടിയതിന്റെ പുറകിലും, ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിന്റെ പുറകിലും, ജീവിതത്തിലെ ചില സ്ഥലത്തൊക്കെ എത്തിയതിന്റെ പുറകിലും, ചില സ്ഥലത്ത് ദൈവം കൊണ്ട കയറ്റിയതിന്റെ പുറകിലും, ഭാര്യയെ ഇവിടെ കൊണ്ടുവന്നതിന്റെ പുറകിലും, മക്കളുമായി ഇവിടെ വന്നതിന്റെ പുറകിലും, പലരും നമ്മെ തള്ളിയതിന്റെ പുറകിലും, പലരും നമ്മെ വെറുത്തതിന്റെ പുറകിലും, യോസഫ് ജയിലിൽ പോയതിന്റെ പുറകിലും, സഹോദരന്മാർ ഒറ്റപ്പെടുത്തിയതിന്റെ പുറകിലും, അവർ പൊട്ടക്കെട്ടി തള്ളിയിട്ടതിന്റെ പുറകിലും, ജയിലിൽ പോയതിന്റെ പുറകിലും എല്ലാം ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. കാരണം ദൈവം എന്നെ നേരത്തെ ഇവിടേക്ക് അയക്കാൻ വേണ്ടിയുള്ള വഴികളായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, കുഞ്ഞെ, നീ ഇവിടെ വന്നതിന്റെ പുറകെ ദൈവത്തിന്റെ കരമുണ്ടായിരുന്നു. കരമുണ്ട്. കാരണം ദൈവത്തിന് നിന്റെ മേലുള്ള ദൈവിക പദ്ധതി നിറവേറ്റാനാണ്. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ നിന്ന് നിന്നെ ഒരിക്കലും എന്തല്ല ആരും പ്രൈസ് ദി ലോർഡ് മാറിപ്പോകാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് സഹോദരന്മാരെ വെറുപ്പിച്ചതും ദൈവമാ. സ്തോത്രം. അവര് വെറുത്താലേ ഇവനെ പുറത്തു കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. ഒത്തിപ്പേറിന് വീട്ടിൽ ചെന്നപ്പോ കള്ളക്കേസ് ഉണ്ടാക്കിയതും ദൈവമാ. കാരണം എന്നാലേ പുള്ളിക്ക് ജയിലിൽ പോകാനൊക്കത്തുള്ളൂ. ജയിലിൽ പോയെങ്കിൽ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ?
ആമേ പ്രൈസ്. രാജാവിന്റെ കാവൽക്കാരനോട് ദർശനവും വെളിപ്പാടും ഒക്കെ പറയാനൊക്കത്തുള്ളൂ. അവിടെ ആ ദർശനം വെളിപ്പാടും ഒക്കെ പറഞ്ഞെങ്കിൽ രാജാവ് യോസഫിനെ അറിയത്തുള്ളൂ. സ്തോത്രം പറഞ്ഞ് യോസഫിനെ വിളിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഒന്നും യാദർശികമല്ല. ഇന്ന് വരെ ഉള്ളതിന്റെ എല്ലാം പുറകിൽ ദൈവത്തിന്റെ കരമുണ്ട്. സ്തോത്രം പറ. വിശ്വസിക്കുന്നോ? ഇവിടെ എത്തിയതിന്റെ പുറകിൽ എന്തുണ്ട്? കർത്താവിന്റെ കരമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് നടന്ന ഓരോ സംഭവത്തിന്റെ പുറകിൽ എന്തുണ്ട്? കർത്താവിന്റെ കരമുണ്ട്. ഈ അപ്പന് വലിയ സ്നേഹമാണ് ജോസഫിന്. അപ്പം കിടന്ന് വിഷമിക്കുക. ജോസഫ് ജീവിച്ചിരിപ്പുണ്ട്, പാവത്തിന് അത് അറിയില്ല, ചത്തുപോയെന്നും പറഞ്ഞിരിക്കുക. നല്ല വെളിപ്പാടും ദർശനമുണ്ട്. എന്നിട്ടെന്താ യാക്കോബിനോട് ദൈവം പറയാഞ്ഞ് നിന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്? നിന്റെ മകൻ മിസ്രൈമിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് യാക്കോബിനോട് പറഞ്ഞില്ലല്ലോ. സ്തോത്രം. ഇവിടുന്ന് സഹോദരങ്ങൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിഞ്ഞത്. എന്താ കാര്യം? എന്റെ കാര്യം എന്താണെന്ന് അറിയാവോ? അതറിഞ്ഞ അപ്പം ചെന്ന് വിളിച്ചോണ്ട് പോരും. പിന്നെ അവിടെ ജോസഫിനെ ഉയർത്താൻ ആർക്ക് കഴിയില്ല. സ്തോത്രം പറഞ്ഞ്. അപ്പൊ ഓർത്തോളം, ചില ദൈവശബ്ദങ്ങൾ അടഞ്ഞിരിക്കുന്നതും ദൈവഹിതമാണ്. സ്തോത്രം. ആമേ. യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവാലോചന കിട്ടാതെ ദൈവിക വെളിപ്പാടുകളൊക്കെ അടഞ്ഞിരിക്കുന്നതും ദൈവഹിതമാണ്. കാരണം വെളിപ്പാട് കിട്ടിയാൽ മോനെ പോയി തിരിച്ചു കൊണ്ടുവരും. ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ദൈവ പൈതലേ, ഇന്ന് നിനക്ക് കഷ്ടതയുണ്ടോ? അത് ദൈവത്തിന്റെ കരം അതിന്റെ പുറകിലുണ്ട്. നീ എടുത്തിയാടി ഭാരപ്പെട്ട് വേദനിച്ച് പുറകോട്ട് പോകരുത്. ആ കഷ്ടത ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയുള്ളതാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? എല്ലാത്തിന്റെ പുറകിൽ ദൈവത്തിന്റെ. അതാണ് ജോസഫ് പറഞ്ഞത്, നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ ഇവിടേക്ക് അയച്ചതാണ്. 45:5 വായിച്ചല്ലോ. ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നെ വിറ്റതല്ല, എന്നെ ദൈവം ഇവിടേക്ക് അയച്ചതാ. ആമേൻ. നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ ഇവിടേക്ക് അയച്ച. അതുകൊണ്ട് പലരും പിണങ്ങിയതല്ല കുഞ്ഞ്. അവര് പിണങ്ങിയാലേ ദൈവത്തിന് നിന്നെ ഇവിടെ എത്തിക്കാനൊക്കെ. സ്തോത്രം പറഞ്ഞ്. പലരും നിന്നെ ഒറ്റപ്പെടുത്തിയ സ്റ്റേജ് ഉണ്ട്, പലരും നിന്നെ മാറ്റി നിർത്തിയ സ്റ്റേജ് ഉണ്ട്, പലരും നിന്നെ ഉപേക്ഷിച്ച സ്റ്റേജ് ഉണ്ട്. ജോസഫിന്റെ സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയില്ലേ? ഉപേക്ഷിച്ചില്ലേ? അവരുപേക്ഷിച്ചതിന്റെ പുറകെ ദൈവത്തിന്റെ കരമുണ്ട്. കാരണം ഇവിടുന്ന് പറിച്ചു മാറ്റേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ആമേ. കനാൻ ദേശത്തു നിന്ന് യോസഫിനെ പറിച്ചു മാറ്റണം, മിസ്രൈമിലേക്ക് ദൈവത്തിന് കൊണ്ടുപോകണം. അതിന് ഇവര് വെറുത്താലേ അത് നടക്കത്തുള്ളൂ. സ്തോത്രം. അവിടെ ചെന്നപ്പോൾ അടിമയായി. അതും ദൈവത്തിന്റെ ഗതവാ. അടിമയായെങ്കിലേ പൊത്തിപ്പേർ വിലക്ക് മേടിക്കത്തുള്ളൂ. അല്ലാതെ പൊത്തിപ്പേറിന്റെ വീട്ടില് ഒരു മിസ്രൈമിന് കയറി ചെല്ലാൻ പറ്റുകയില്ല. സ്തോത്രം. അതുകൊണ്ട് എല്ലാരോടും ഞാൻ പറയും, നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ചില പ്രയാസങ്ങളിൽ, ഇപ്പോഴുള്ള ചില വേദനകളിൽ, ഇപ്പോഴുള്ള ചില നൊമ്പരങ്ങളിൽ നിങ്ങൾ നിരാശപ്പെടരുത്. അതിൽ ദൈവത്തിന്റെ കരമുണ്ട്. അതിൽ ദൈവത്തിന്റെ കരമുണ്ട്. എന്തിനാന്നറിയാമോ? നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ എത്തിക്കണമെങ്കിൽ ആ നിരാശ നിങ്ങൾക്ക് വന്നാലേ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒക്കത്തുള്ളൂ. ജോസഫ് ഒറ്റപ്പെട്ടെങ്കിലേ ദൈവത്തിന് നടക്കത്തുള്ളൂ. ജോസഫ് കാരാഗൃഹത്തിൽ കിടന്നിച്ചിരി വേദന അനുഭവിച്ചെങ്കിലേ ദൈവത്തിന് യോസഫിനെ ഉയർത്താൻ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ഇതിന്റെ എല്ലാം പുറകിൽ എന്തുണ്ട്? ദൈവത്തിന്റെ കരമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോയിട്ട് എനിക്കിത് വന്നോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ വന്നു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ല, ദൈവം എന്നോട് പിണങ്ങിയാണോ, ദൈവം എന്നോട് വെറുപ്പാണോ, ഈ ദൈവം ഇല്ല എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ പറയട്ടെ, മേലാലങ്ങനെ ചോദിക്കരുതേ. നിനക്ക് വരുന്ന കഷ്ടപ്പാടിന്റെ പുറകിലും ദൈവകരമുണ്ട്. നിനക്ക് വരുന്ന ദുഃഖത്തിന്റെ പുറകിലും ദൈവകരമുണ്ട്. നിന്നെ പലരും ഒറ്റപ്പെടുത്തുന്നതിന്റെ പുറകിലും ദൈവത്തിന്റെ കരമുണ്ട്. നീ കടന്നു പോകാത്ത ചില സ്ഥലത്തൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ പുറകിലും ദൈവകരമുണ്ട്. ജീവിതത്തിൽ ആരും പോകാത്ത അടിമത്തത്തിൽ കൂടെ ജോസഫ് പോയി. അടിമച്ചന്തെ 2 കൈയും ബന്ധിച്ച് അവിടെ കൊണ്ട് നിർത്തും. ഓരോ അടിമകളും വന്ന് തോളിൽ ഇങ്ങനെ തട്ടി നോക്കും. വില ഉണ്ടെങ്കിലേ വിലക്ക് മേടിക്കത്തുള്ളൂ. ഇവനെ കൊണ്ടുപോയ ലാഭം കിട്ടണ്ടേ പണിയിപ്പിക്കാൻ. അങ്ങനെ യോസഫിന്റെ കയ്യെ ചങ്ങലയിട്ട് അടിമച്ചന്റെ കൊണ്ട് നിർത്തി. ആ അടിമച്ചന്റെ നിന്നാണ് പൊത്തിപ്പേർ മേടിക്കുന്നത്. സ്തോത്രം. അവിടെ കൊണ്ട് നിർത്തിയതിന്റെ പുറകെ ദൈവത്തിന്റെ കരമുണ്ട്. കാരണം ഇവൻ ഈ അടിമച്ചങ്ങലക്കകത്തൂടെ പോയാല് ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ആരും നിരാശപ്പെടരുത്, ആരും പിറുപിറുക്കരുത്, ആരും കുറ്റം പറയരുത്, ആരും വെറുക്കരുത്. കർത്താവെ, നിന്നെ ആരാധിക്കാൻ ഇറങ്ങിയിട്ട് എനിക്ക് ഇതാണോ അനുഭവം എന്ന് തിരിച്ചു ചോദിക്കരുത്. ദൈവവൈതലേ, അവൻ വിശ്വസ്തനാണ്, നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കും കേട്ടോ. ആരും തകർന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ.
രണ്ടാമത്തത് സ്തോത്രം 119 സങ്കീർത്തനത്തിന്റെ 91 വാക്യമായിരുന്നു. അതുകൊണ്ട് വായിച്ച് നമുക്ക് നിർത്താം. വായിച്ചു. അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവ്വ സൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായപ്രമാണം എന്റെ പ്രമോദമായിരുന്നു. അത് മതി. സർവ്വ സൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. അത് മതി. ദൈവത്തിന്റെ കാര്യപരിപാടി നിറവേറാൻ ഏതു വഴിയെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. കണ്ടോ? അപ്പൊ നിങ്ങളെ യോസഫ് അടിമ യുഗത്തിൽ പോയി. ആ വഴിയെ ദൈവം എങ്ങനെ ഉപയോഗിച്ചു? അത് തകർച്ചയ്ക്കാണോ ഉപയോഗിച്ചത്? പ്രൈസ്. അത് കഴിഞ്ഞ് യോസഫ് ജയിലിൽ പോയി. ദൈവം അതിനെ എങ്ങനെ ഉപയോഗിച്ചു? സ്തോത്രം പറ. അത് യോസഫിനെ ഒരിക്കൽ പോലും പുറത്തു വരാത്ത ഒരു കുറ്റവാളിയായി മാറ്റാനായിരുന്നോ ആ ജയിലിൽ ശിക്ഷ ദൈവം ഉപയോഗിച്ചത്? സ്തോത്രം പറ. ആമേൻ. സഹോദരങ്ങൾ യോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. അതിനെ ദൈവം എങ്ങനെ ഉപയോഗിച്ചു? ഇതിനെയെല്ലാം ദൈവം ഉപയോഗിച്ചത് യോസഫിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, നിങ്ങൾ ഏത് താണ വഴിയെ പോയാലും, ഏത് തകർച്ചയുടെ വഴിയെ പോയാലും, ഏത് നിരാശയുടെ വഴിയെ പോയാലും, ഏത് ദുഃഖത്തിന്റെ വഴിയെ പോയാലും, ആ വഴികളെ മുഴുവനും ദൈവത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. സ്തോത്രം പറ. യോസഫ് പോയ സകല വഴികളെയും ദൈവം ഉപയോഗിച്ചത് യോസഫിന്റെ താഴ്ചയ്ക്കായിരുന്നില്ല, യോസഫിന്റെ തകർച്ചയ്ക്കായിരുന്നില്ല, യോസഫിന്റെ ഉയർച്ചയ്ക്കായിരുന്നു. ഹല്ലേലൂയ പറ. അതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി പ്രയാസമൊക്കെ കാണും കുഞ്ഞെ. ഈ വഴി നീ ഒരിക്കലും പിറുപിറുക്കരുത്. ഈ വഴിയിലെ പ്രൈസ് ദേഷ്യപ്പെടുകയോ കോപിക്കുകയോ ഇതാണെന്നൊന്നും ദൈവത്തോട് ചോദിക്കരുത്. ഈ വഴിയെ ദൈവത്തിന് നിന്നെ ഉയർത്താൻ വേണ്ടി ഈ വഴിയെ ഉപയോഗിക്കാൻ കർത്താവിന് കഴിയും. സ്തോത്രം പറഞ്ഞ്. യോസഫിനെ മറ്റൊരു ജയിൽ പുള്ളിയായിട്ടിട്ട് പൂട്ടിയതാ. പക്ഷെ ദൈവം അതിനെ ജയിൽ പുള്ളിയാക്കാൻ അല്ല ഉപയോഗിച്ചത്. ആ വഴിയെ ദൈവം ഉപയോഗിച്ചത് മിസ്രൈമിലെ രണ്ടാമനായി ഉയർത്താനാണ്. ഹല്ലേലൂയ പറഞ്ഞ്. യോസഫിനെ ഹല്ലേലൂയ പറഞ്ഞ് അടിമച്ചന്റെ കൊണ്ടുപോയി വിറ്റു. ആ വഴി ദൈവം ഉപയോഗിച്ചത് തന്നെ ഒരു അടിമയായി മാറ്റാനായിരുന്നില്ല, ഒത്തിപ്പേറിന്റെ വീട്ടിൽ തന്നെ ഉയർത്താനായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഇവിടെ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വരുന്ന ഓരോ താഴ്ചകളും, ഓരോ ഭാരങ്ങളും, ഓരോ വേദനകളും അത് നിന്നെ തകർക്കാൻ ഉപയോഗിക്കുന്ന ദൈവമല്ല, വാഗ്ദത്ത പ്രകാരം നിന്നെ ഉയർത്താൻ വേണ്ടി ആ വഴികളെ ഉപയോഗിക്കുന്ന നല്ല ദൈവത്തിന് സ്തോത്രം പറയാം. ഇനി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ബാക്കി ഞാൻ അടുത്ത ആഴ്ച പറയാം. ഈ കേട്ട വചനത്തിന്റെ മുൻപില് എല്ലാരും ഇന്ന് രാത്രി ശക്തമായി ദൈവത്തെ ആരാധിക്കണം. ആരും എന്ത് ചെയ്യരുത്. സ്തോത്രം. ആമേ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് എന്നിട്ടോ മുമ്പോട്ട് കയറി നിൽക്കാം. പ്രൈസ് സൗരി സിസ്റ്റർ മുമ്പോട്ട് കയറിയിരിക്കാം. ഇന്ന് അന്യഭാഷ പറഞ്ഞോളും കേട്ടോ. ഓക്കെ, കയറിയുന്നു. യേശു. എല്ലാരും കണ്ണടച്ചല്ലോ. ആമേൻ, 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 ആമേൻ. എല്ലാരും കണ്ണടച്ചല്ലോ. സിസ്റ്റർ മുമ്പോട്ട് കയറി നിൽക്കേ. ഹല്ലേലൂയ. പ്രൈസ്. അവിടെ തെങ്ങി